നാവിക ഗതാഗത രംഗത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ കപ്പൽ ചാലുകളിലൊന്നായ ഏദൻ ഉൾക്കടലിൽ വ്യാവസായിക ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ഒരു മാരകമായ സമുദ്ര പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുകയാണ്. പനാമയുടെ പതാകയേന്തി സഞ്ചരിക്കുകയായിരുന്ന ഗ്രേറ്റ സ്റ്റാർ എന്ന ഭീമൻ കണ്ടെയ്നർ കപ്പലിന് നേരെയാണ് പകൽ വെളിച്ചത്തിൽ നാടകീയമായ അക്രമശ്രമം ഉണ്ടായത്. അത്യാധുനിക ആയുധങ്ങളേന്തിയ സായുധ സംഘം അതിവേഗ ബോട്ടുകളിൽ കപ്പലിനെ പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു. കപ്പലിലേക്ക് അതിക്രമിച്ചു കയറാനുള്ള അക്രമികളുടെ ഈ ധാർഷ്ട്യം നിറഞ്ഞ നീക്കം ആഗോള വിപണിയെ ഒന്നടങ്കം ആശങ്കയിലാക്കിയിട്ടുണ്ട്. ബ്രിട്ടീഷ് നാവികസേനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് ഈ വൻ ആക്രമണ ശ്രമം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. യമൻ തീരത്ത് നിന്നും വെറും 14 നോട്ടിക്കൽ മൈൽ മാത്രം തെക്ക് മാറിയാണ് കപ്പലിന് നേരെ വെടിവെപ്പുണ്ടായത്. യമനിലെ ആഭ്യന്തര സംഘർഷങ്ങളുടെയും പ്രാദേശിക സായുധ ഗ്രൂപ്പുകളുടെയും സാന്നിധ്യമുള്ള ഈ തീരപ്രദേശം എക്കാലവും അന്താരാഷ്ട്ര കപ്പലുകൾക്ക് വലിയൊരു വെല്ലുവിളിയാണ്. എന്നാൽ പുതിയ സാഹചര്യത്തിൽ ഇവിടെ ഉണ്ടായ ഈ സൈനിക നീക്കം വെറുമൊരു സാധാരണ കടൽ കൊള്ള ശ്രമമല്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അത്യന്തം സങ്കീർണവും സമാധാന പ്രതീക്ഷകൾ നിറഞ്ഞതുമായ ഒരു അന്താരാഷ്ട്ര നയതന്ത്ര ചർച്ചകൾക്ക് തൊട്ടു പിന്നാലെയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾക്ക് താൽക്കാലിക അറുതി വരുത്തുന്നതിനായി അമേരിക്കയും ഇറാനും തമ്മിൽ 14 ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച് മണിക്കൂറുകൾ മാത്രം പിന്നിടുമ്പോഴാണ് ഏദൻ ഉൾക്കടൽ വീണ്ടും കത്തുന്നത്. ദീർഘനാളത്തെ അനിശ്ചിതത്വത്തിന് ശേഷം രൂപപ്പെട്ട US ഇറാൻ വെടിനിർത്തൽ കരാറിനെ കരിനിഴലാക്കുന്നതാണ് ഈ പുതിയ സംഭവം. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള ഈ പുതിയ കരാർ പ്രകാരം മേഖലയിലെ സൈനിക നീക്കങ്ങൾ കുറയ്ക്കാനും പ്രകോപനങ്ങൾ അവസാനിപ്പിക്കാനും ഇരു രാജ്യങ്ങളും സമ്മതിച്ചിരുന്നു. മിഡിൽ ഈസ്റ്റിൽ ഒരു പുതിയ സമാധാന അന്തരീക്ഷം രൂപപ്പെടുന്നുവെന്ന അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ആശ്വാസത്തിന് മേലാണ് ഈ സായുധ സംഘം വെടിയുതിർത്തത്. അതുകൊണ്ട് തന്നെ ഈ കരാറിനോട് യോജിക്കാത്ത ഏതെങ്കിലും പ്രാദേശിക ശക്തികളാണോ ഈ അട്ടിമറി നീക്കത്തിന് പിന്നിലെന്ന സംശയം നയതന്ത്രജ്ഞർക്കിടയിൽ ശക്തമാണ്. കരാർ നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനായി അന്താരാഷ്ട്ര നാവികസേനകൾ തങ്ങളുടെ വൻകിട യുദ്ധക്കപ്പലുകളെയും നിരീക്ഷണ സംവിധാനങ്ങളെയും വടക്കൻ മേഖലകളിലേക്ക് മാറ്റിയ സമയത്താണ് ഈ ആക്രമണം ഉണ്ടായത് എന്നതും ശ്രദ്ധേയമാണ്. US ഇറാൻ വെടിനിർത്തൽ നിരീക്ഷിക്കുന്നതിനായി പടിഞ്ഞാറൻ ശക്തികൾ തങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിട്ടത് അക്രമികൾ തന്ത്രപരമായി മുതലെടുക്കുകയായിരുന്നു. സുരക്ഷാ സഖ്യങ്ങളുടെ ഈ താൽക്കാലിക ശ്രദ്ധ മാറലാണ് ഏദൻ ഉൾക്കടലിൽ ഗ്രേറ്റ സ്റ്റാർ എന്ന കപ്പലിനെ ഇരയാക്കി മാറ്റിയത്. ആക്രമണത്തിന്റെ ദൃക്സാക്ഷി വിവരങ്ങൾ അനുസരിച്ച് അത്യാധുനിക ഓട്ടോമാറ്റിക് റൈഫിളുകൾ ഏന്തിയ ഒരു സംഘം ആളുകൾ ചെറിയ സ്കിഫ് ബോട്ടുകളിൽ കപ്പലിന് നേരെ അതിവേഗം പാഞ്ഞെടുക്കുകയും ചെയ്തു. കപ്പലിന്റെ ക്യാപ്റ്റനെയും ജീവനക്കാരെയും ഭയപ്പെടുത്തി കപ്പൽ പൂർണ്ണമായി തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുകയായിരുന്നു അവരുടെ ശ്രമം. കപ്പലിന് നേരെ നിരന്തരമായി വെടിയുതിർത്തുകൊണ്ട് അവർ മുകളിലേക്ക് കയറാൻ ശ്രമിച്ചെങ്കിലും കപ്പലിലെ സുരക്ഷാ ജീവനക്കാരുടെ സമയോചിതമായ ഇടപെടൽ വലിയൊരു ദുരന്തം ഒഴിവാക്കി. അന്താരാഷ്ട്ര കപ്പൽ പാതകളിൽ സാധാരണയായി വിന്യസിക്കാറുള്ള സ്വകാര്യ സുരക്ഷാ ഗാർഡുകൾ കപ്പലിൽ ഉണ്ടായിരുന്നത് വലിയ തുണയായി. അക്രമികൾക്ക് നേരെ തിരിച്ച് വെടിവെക്കാനും കപ്പലിന്റെ വേഗത വർദ്ധിപ്പിച്ച് പ്രതിരോധം തീർക്കാനും അവർക്ക് സാധിച്ചു. കപ്പലിലെ കമാൻഡിംഗ് ടീം ഉടനടി യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ഏജൻസിയെയും സഖ്യകക്ഷി യുദ്ധക്കപ്പലുകളെയും വിവരം അറിയിക്കുകയും ചെയ്തു. ഇതോടെ കപ്പൽ പിടിച്ചെടുക്കാനുള്ള അക്രമികളുടെ നീക്കം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഈ സംഭവം അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകളുടെ സുരക്ഷാ ക്രമീകരണങ്ങളിലെ വലിയൊരു ബലഹീനതയായാണ് വീണ്ടും തുറന്നു കാട്ടുന്നത്. കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന യുദ്ധക്കപ്പലുകളും അത്യാധുനിക റഡാറുകളും മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ടെങ്കിലും ലളിതമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന അക്രമികൾക്ക് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ കഴിയുന്നു. ചെറിയ ബോട്ടുകളും സാധാരണ തോക്കുകളും ഉപയോഗിച്ച് ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകളെ പോലും തടഞ്ഞു നിർത്താൻ ഇവർക്ക് സാധിക്കുന്നുവെന്നത് സുരക്ഷാ ഏജൻസികളെ അമ്പരപ്പിക്കുന്നുണ്ട്. ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ജീവരക്തമായ ഇന്ധനവും നിത്യോപയോഗ സാധനങ്ങളും കൊണ്ടുപോകാനുള്ള പ്രധാന വിതരണ ശൃംഖലയെ തകർക്കാൻ ഇത്തരത്തിലുള്ള ചെറിയ ഗ്രൂപ്പുകൾക്ക് കഴിയുമെന്നത് വരും ദിവസങ്ങളിൽ ഇൻഷുറൻസ് നിരക്കുകൾ കുത്തനെ ഉയരാൻ കാരണമാകും. ഏദൻ ഉൾക്കടലിലൂടെയും ചെങ്കടലിലൂടെയുമുള്ള യാത്ര സുരക്ഷിതമല്ലെന്ന തോന്നൽ കപ്പൽ കമ്പനികളെ പ്രകോപിപ്പിക്കുന്നുണ്ട്. പല കമ്പനികളും ആഫ്രിക്കൻ വൻകര ചുറ്റിയുള്ള ദൈർഘ്യമേറിയതും ചെലവേറിയതുമായ ബദൽ പാതകളെ കുറിച്ച് വീണ്ടും ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ആക്രമണത്തിന് പിന്നിൽ യമൻ തീരത്തെ ശക്തരായ ഹൂതി വിമതരാണോ അതോ സൊമാലിയൻ കടൽ കൊള്ളക്കാരാണോ എന്ന കാര്യത്തിൽ ഇതുവരെ പൂർണ്ണമായ വ്യക്തത വന്നിട്ടില്ല. എങ്കിലും ആക്രമണം നടന്ന സ്ഥലം യമൻ തീരത്തോട് വളരെ അടുത്തായതിനാൽ പ്രാദേശിക സായുധ ഗ്രൂപ്പുകളുടെ പങ്കിനെ തള്ളിക്കളയാനും സാധിക്കില്ല.
അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന കരാറിനെ അട്ടിമറിക്കാൻ ആഗ്രഹിക്കുന്ന ഇറാന്റെ കീഴിലുള്ള ചില നിഴൽ സംഘടനകളുടെ നീക്കമാണോ ഇതെന്ന് പെന്റഗൺ ശക്തമായി അന്വേഷിക്കുന്നുണ്ട്. വാഷിംഗ്ടണിലെ വിദേശനയ വിദഗ്ധർ ഈ സംഭവത്തെ അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം വലിയൊരു നയതന്ത്ര വിജയമായി ആഘോഷിച്ച 14 ധാരണാപത്രം ഒപ്പുവെച്ചതിന് തൊട്ടു പിന്നാലെ ഇത്തരമൊരു ആക്രമണം ഉണ്ടായത് ഭരണകൂടത്തിന് വലിയൊരു രാഷ്ട്രീയ തിരിച്ചടിയാണ്. കരാർ ഒപ്പുവെച്ചാലും മേഖലയിലെ അസ്ഥിരതകൾക്ക് പെട്ടെന്ന് പരിഹാരമുണ്ടാക്കുവാൻ കഴിയില്ലെന്ന പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങൾ ശരിവെക്കുന്നതാണ് ഏദൻ ഉൾക്കടലിലെ ഈ വെടിവെപ്പ്. ഇറാൻ ഭരണകൂടവും ഈ വിഷയത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കേണ്ടി വരും. തങ്ങളുടെ പൂർണ്ണ പിന്തുണയോടെയല്ല ഈ ആക്രമണം നടന്നതെന്ന് തെളിയിക്കേണ്ടത് കരാറിന്റെ സുഗമമായ നടത്തിപ്പിന് ടെഹ്റാന് അത്യന്താപേക്ഷിതമാണ്. പ്രാദേശിക സായുധ ഗ്രൂപ്പുകളെ നിയന്ത്രിക്കാൻ ഇറാന് സാധിക്കുന്നില്ലെങ്കിൽ ഈ വെടിനിർത്തൽ കരാർ വെറും കടലാസ് രേഖയായി മാറുമെന്ന് യൂറോപ്യൻ യൂണിയന് മുന്നറിയിപ്പ് നൽകുന്നു. നയതന്ത്ര ചർച്ചകൾ വിജയത്തിലെത്തുമ്പോഴും താഴെത്തട്ടിൽ യുദ്ധസമാനമായ അന്തരീക്ഷം നിലനിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഈ സമുദ്ര പ്രതിസന്ധി പരിഹരിക്കാനായി ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രമുഖ രാജ്യങ്ങളുടെ നാവികസേനകൾ ഏദൻ ഉൾക്കടലിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കപ്പൽ ഗതാഗതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ ഇതിനകം തന്നെ മേഖലയിൽ സജീവമാണ്. ഗ്രേറ്റ സ്റ്റാർ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വാണിജ്യ കപ്പലുകൾക്ക് അകമ്പടി സേവിക്കുന്നതിനുള്ള നടപടികൾ അന്താരാഷ്ട്ര സഖ്യം പുനഃക്രമീകരിക്കാനും സാധ്യതയുണ്ട്. ഒരു വശത്ത് വൻ ശക്തികൾ തമ്മിലുള്ള സമാധാന ശ്രമങ്ങൾ പുരോഗമിക്കുമ്പോഴും മറുവശത്ത് കപ്പലിലെ ഇത്തരം അപ്രതീക്ഷിത ആക്രമണങ്ങൾ മിഡിൽ ഈസ്റ്റിലെ സമാധാനം എത്രത്തോളം ദുർബലമായ അടിത്തറയിലാണ് നിൽക്കുന്നത് എന്ന് തെളിയിക്കുന്നു. ചെറിയൊരു വീഴ്ചയോ അല്ലെങ്കിൽ ഒരു കപ്പൽ പിടിച്ചെടുക്കലോ പോലും വീണ്ടും ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിന് തിരികൊളുത്താൻ പോകുന്നതാണ്. ഏദൻ ഉൾക്കടലിൽ ഗ്രേറ്റ സ്റ്റാർ കപ്പലിന് നേരെ പകൽ വെളിച്ചത്തിൽ നടന്ന ഈ വൻ ആക്രമണം ലോകത്തിന് നൽകുന്ന മുന്നറിയിപ്പ് വളരെ വലുതാണ്. നയതന്ത്ര മേശപ്പുറത്തെ തീരുമാനങ്ങൾ മാത്രം കൊണ്ട് കടലിലെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയില്ല. വരും ദിവസങ്ങളിൽ അമേരിക്കയും സഖ്യകക്ഷികളും ഈ സമുദ്ര ഇടനാഴികളിൽ തങ്ങളുടെ സൈനിക സാന്നിധ്യം എങ്ങനെ നിലനിർത്തുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ആഗോള വിപണിയുടെയും അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന്റെയും ഭാവി.